السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين ونعوذ بالله أن يحضرون. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله والحمد لله. بسم الله والحمد لله وبنعمته تتم الصالحات. اللهم صل على سيدنا محمد وحبيبنا محمد صلوات الله وسلامه عليه ما دامت السماوات والأرضون حق قدره ومقداره العظيم. متصلت عين بنظر ووعت أذن بخبر كلما ذكره الذاكرون وغفل عن ذكره الغافلون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. വളരെ സ്നേഹം നിറഞ്ഞ ലജ്നത്ത് മുർഷിദുൽ അനാം സംഘടനയുടെ ഭാരവാഹികളെ, മർഹൂം പി എ അഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ നാമധേയത്തിലാണ് ഈ ആരിക്കാടി കോരിക്കണ്ടം എന്ന പ്രദേശത്ത് ഈ സദസ്സിൽ ഒന്നുകൂടെ ഒരിക്കലൂടെ നിങ്ങളുമായി സംബന്ധിക്കാൻ ഇടപഴകാൻ അല്ലാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്. പരിപാടിയുടെ അധ്യക്ഷർ അഭിനന്ദരായ ജനാബ് പി കെ മുഹമ്മദ് മുസ്തഫ സാഹിബ്, സ്വാഗതം പറഞ്ഞ കെ പി ഷാഹുൽ ഹമീദ് സാഹിബ്, നമ്മുടെ വേദിയിലുള്ള ഒരുപടി പണ്ഡിത മഹത്തുക്കൾ, അഭിനന്ദരായ കുഞ്ഞി തങ്ങൾ, എന്റെ അഭിനന്ദരായ ബംബ്രാൻ ഉസ്താദ്, കുമ്പൂൽ വലിയ ജുമാഅത്ത് പള്ളി മുദരിസ് അഭിനന്ദരായ ഉസ്താദ് ഇസ്മായിൽ മദനി അവറുകൾ, ബദരിയ ജമാഅത്ത് മുദരിസ് അഭിനന്ദരായ അബ്ദുൽ ഖാദർ സഖാഫി അവറുകൾ തുടങ്ങി കുമ്പോലിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ അഭിനന്ദരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു ഈ സമയം നമ്മളോട് ഒരുമിച്ച് കൂടുന്നത്, സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നതെല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മജ്ലിസുൻ നൂർ എന്ന ഒരു ആത്മീയ സദസ്സ് ഒരു പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ സംബന്ധിച്ച സ്വഹാബത്തിന്റെ നാമങ്ങൾ അനുസ്മരിക്കുകയും അവരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുകയും ചെയ്യുന്ന വളരെ പാവനമായ ഒരു ദിക്റിന്റെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ മഗ്‌രിബിന് ശേഷം നടക്കാൻ പോവുകയാണ്. കേരളീയ മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെയും ആധ്യാത്മികതയുടെയും ഈറ്റില്ലമായ പാണക്കാട് തറവാട്ടിലെ അഭിനന്ദരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകളുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലുടനീളവും ഗൾഫ് രാജ്യങ്ങളിലും എവിടെയൊക്കെ മലയാളികളായ മുസ്ലിമീങ്ങളുണ്ടോ അവിടെയൊക്കെയും കൃത്യമായും നടന്നുവരുന്ന ആത്മീയ
പ്രഭയുള്ള സദസ്സാണ് മജ്‌ലിസുൻ നൂർ. നാടുകളിൽ മാറാവ്യാധികളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പരക്കുകയും ഭീതിജനകമായ രീതിയിൽ അസുഖങ്ങൾ വർദ്ധിക്കുകയും ചെയ്തപ്പോ മഹാനായ തങ്ങളവറുകളുടെ നിർദ്ദേശപ്രകാരമാണ് മജ്‌ലിസുൻ നൂർ കേരളത്തിൽ ആരംഭിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ തന്നെ ഇവിടെയും അനിവാര്യമായും മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അതിന് സമയം കണ്ടെത്തി ആ പരിപാടി കൃത്യമായി നമ്മുടെ നാടുകളിൽ നടക്കേണ്ടത്, ഓരോ മഹല്ലത്തുകളിലും നടക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അല്ലാഹു എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ആഴ്ചയിലും വിശുദ്ധ ഖുർആനിന്റെ ക്ലാസ് നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. തലങ്കര മലിക് ദീനാർ ജുമാ മസ്ജിദിലെ അഭിനന്ദനായ ബഖവി ഉസ്താദ് എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഒരു പിടി ആളുകൾ അതിന്റെ ഫലം അനുഭവിക്കുന്നവരാണ്. എന്റെ ഒരഭ്യർത്ഥന, നമ്മുടെ നാടുകളിലൊക്കെയുള്ള ചെറുപ്പക്കാരികളുമൊക്കെ നിർബന്ധമായും വിശേഷിച്ചും ഈ പരിപാടിയിൽ സംബന്ധിക്കണം. എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഈ വേദിയിൽ അംഗങ്ങളാവണം എന്നാണ്. നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് മാത്രമേ നമുക്ക് സമൂഹത്തിൽ നന്മയിലേക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയൂ. നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ വേണം. അതാണ് പ്രബോധകന്മാർ, ദാഇകൾ, വഅദ് പറയുന്നവർ, പ്രഭാഷകന്മാർ ഓരോ പ്രദേശങ്ങളിലും ചെന്ന് നടത്തുന്നത്. ഫദക്കിർ ഫഇന്ന الذിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഈമാനുള്ള ആളുകൾക്ക് ഉപകരിക്കും, സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നബിയെ ഉണർത്തണം എന്ന് പറഞ്ഞ ആ ഉണർത്തലാണ്, അതിന്റെ ഭാഗമാണ് ഈ പരിപാടിയും. അല്ലാഹു നമുക്കൊക്കെ ഉണരാനും കാര്യങ്ങൾ അറിയാനും ബോധിക്കുവാനും ജീവിതത്തിലേക്ക് അത് പകർത്തുവാനും അമല് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ചുരുങ്ങിയ സമയമാണ്. അസ്ർ നിസ്കരിച്ചിട്ടില്ലാത്ത ആളുകൾ അസ്ർ നിസ്കാരം നിർവഹിച്ചിട്ട് വരണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മഗ്രിബിന്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ അതിന്റെ കുറച്ചു നേരത്തെ തന്നെ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ നിഅമത്തും അവന്റെ റഹ്മത്തും അവന്റെ കരുണയും നമ്മിലും നമ്മുടെ കുടുംബത്തിലും മക്കളിലും നാട്ടിലും ഈ പ്രദേശത്ത് വിശേഷിച്ചും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കുമ്പോൾ സയ്യിദന്മാരുടെ തലോടലേറ്റ് കിടക്കുന്ന പ്രദേശമാണിത്. മഹാനായ സയ്യിദ് അലി തങ്ങൾ അവറുകളായിരുന്നു ഇവിടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി ഉണ്ടാവേണ്ടിയിരുന്നത്. തങ്ങൾ വിദേശത്തായതിന്റെ പേരിൽ തങ്ങളുടെ പൊരുത്തത്തോടുകൂടെയാണ് ഇവിടെ പരിപാടി നടക്കുന്നത്. മഹാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ അവറുകൾ അടക്കമുള്ള പ്രഗത്ഭരായ സയ്യിദന്മാർ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഈ ആരിക്കാടി. ഉലമാഇന്റെയും സദാത്തിങ്ങളുടെയും പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും നേതൃത്വം ഒരു സമൂഹത്തിനുണ്ടെങ്കിൽ അവർ പരാജയപ്പെടുകയില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ആവിർഭാവം മുതൽ ഇന്നേ വരെ സയ്യിദന്മാരുടെ കൂടെ നിന്ന് സയ്യിദന്മാരെ നെഞ്ചോടണച്ചു പിടിച്ച് അവരുടെ കാർമ്മികത്വത്തിലും നേതൃത്വത്തിലും ഈ ഉമ്മത്തിനെ വഴി കാണിക്കുന്ന മഹാപ്രസ്ഥാനം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിനെ കോട്ടമേൽക്കാതെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ
ഈ സമൂഹത്തിന്റെ ഐക്യവും ഭദ്രതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് വിഘടനവും വിഭാഗീയതയുമില്ലാതെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ ഒരു മനസ്സോടുകൂടെ നിന്ന് ഈ ദീനിന് വേണ്ടി പ്രവർത്തിച്ചാൽ ബിദ്അത്ത് അടക്കമുള്ള മാരകമായ വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിനെതിരെ തന്റെ ഇടത്തോടുകൂടെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഈ ഒത്തുകൂടൽ, ഈ ഒത്തുചേരൽ, ഒരുമിച്ച് നിൽക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സദാത്യങ്ങൾക്ക് വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി ദുആകളിൽ നമ്മൾ ഉൾപ്പെടുത്തണേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നമ്മോട് യാത്ര പറഞ്ഞ് ആഖിറത്തിലേക്കുള്ള യാത്ര തുടങ്ങി വെച്ചവർ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥനായിരുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അള്ളാഹുയുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് മഹാനായ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഒരുപാട് സാദാത്യങ്ങൾ അസുഖവും പ്രയാസവും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടിലുമാണ്. അവർക്കൊക്കെ അല്ലാഹുവേ നീ സലാമത്ത് നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാന്യരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മൂസ ബിൻ സൽമാൻ അൽ ഹാഷിമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടണം. മഹാനായ മുഹമ്മദ് ബിൻ സമ്മാഖ് റഹിമഹുല്ലാഹ് ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ ഒരു ചെറുപ്പക്കാരൻ. ജോർദാനിന്റെ കുന്നുകളിൽ മനോഹരമായൊരു പ്രദേശത്ത് അതിമനോഹരമായൊരു ഖുബ്ബയും ആയിരക്കണക്കിന് പരിവാരങ്ങളും ഉണ്ടായിരുന്ന 33 ലക്ഷം ദിർഹം വരുമാനമുണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ ഒരു വ്യവസായി. 33 ലക്ഷം ദിർഹം വരുമാനമുള്ള ആൾ. 3 മില്യൺ 3 ലക്ഷം. ജീവിതത്തിന്റെ സുഖമല്ലാതെ മറ്റൊന്നും അയാൾ അനുഭവിച്ചിട്ടില്ല. ആർഭാടമല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വലതും ഇടതും പരിവാരങ്ങളാണ് ഇഷ്ടം പോലെ. എന്താണോ ആഗ്രഹം നിർവഹിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. മനോഹരമായ മുത്തുകളാൽ, കൈപ്പടത്താൽ, വരകളാൽ മനോഹരമായ ഒരു കുബ്ബക്കകത്തിരുന്ന് ഒരു കുന്നിൻ ചെരുവിൽ നിന്ന് തന്റെ തോട്ടങ്ങളും അരുവികളും നോക്കി നിന്ന് ആസ്വദിക്കുന്ന ഒരു മുതലാളിയായിരുന്ന മൂസ ബിൻ സൽമാൻ അൽ ഹാഷിമി, സുലൈമാൻ അൽ ഹാഷിമി. രാത്രി പാതിരാവുന്നവരെ പരിവാരങ്ങളുടെ കൂടെയാണ്. വിശിഷ്ടമായ ഭക്ഷണം കഴിച്ച് ഉറക്കം കണ്ണിലേക്ക് വരുമ്പോ തരുണീമണികളായ ഒരുപാട് സുന്ദരിമാരെ കൂടെയിരുത്തി ഹറാമും അള്ളാഹു അനുവദിക്കാത്തതും മാത്രം ചെയ്ത് ജീവിതത്തിന്റെ പകുതിയോളം കഴിച്ചുകൂട്ടിയ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു നഖചിത്രമായി മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരു പ്രതീതമായി ഓർക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ. അന്ന് ഒരു രാത്രിയിൽ കൂടെയുള്ള പരിവാരങ്ങളെല്ലാം താഴെ പോയി അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി തന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് വളരെ മനോഹരമായ രീതിയിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويل للمطففين الذين إذا اكتالوا على الناس يستوفون
وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين. ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ എന്താണെന്ന് കേൾക്കാൻ പോലും അവസരമില്ലാതിരുന്നൊരു ഹതഭാഗ്യൻ, ജീവിതത്തിന്റെ ആർഭാടങ്ങളല്ലാതെ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത മൂസ ബിൻ സുലൈമാനുൽ ഹാഷിമിയുടെ ചെവിയിലേക്ക്, സുഖലോലുപനായി ജീവിച്ച ഭരണാധികാരിയുടെ ചെവിയിലേക്ക് പാതിരാത്രിയിൽ നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്കാരത്തിന്റെ ഖിറാഅത്താണ് കേൾക്കുന്നത്. മനോഹരമായി ഓതുന്നു. തന്റെ പരിവാരങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആ ചെറുപ്പക്കാരനോടൊന്ന് വരാൻ പറയുമോ? എനിക്ക് അയാളോട് ചില കാര്യങ്ങൾ ചോദിക്കണം. എത്ര മനോഹരമാണ് ഞാൻ ആ കേട്ട ശബ്ദം. ഞാനിവിടെ കേൾക്കുന്ന പാട്ടുകളെക്കാൾ, മ്യൂസിക്കിനേക്കാൾ, ഇവിടെ വാദ്യമേളകൾ നടക്കുന്നു, അതിനേക്കാളൊക്കെയും എന്റെ ഹൃദയത്തിലേക്ക് കയറിയ വചനങ്ങൾ എന്താണെന്നറിയണം. പരിവാരങ്ങൾ ഓടിച്ചെല്ലുന്നു. നോക്കുമ്പോൾ മെലിഞ്ഞൊട്ടിയ ഒരു ചെറുപ്പക്കാരൻ, ശരീരം ദുർബലമായൊരു ചെറുപ്പക്കാരൻ തന്റെ പാതിരാത്രിയിലെ നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. യർകഉ വയസ്ജുദു, റുകൂഇലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു. തസ്ബീഹും ഖിറാഅത്തുമായി ആ രാത്രിയിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞപ്പോ വിളിച്ചു, നിങ്ങൾ അമീർ, ഭരണാധികാരി വിളിക്കുന്നുണ്ട്, ഭരണാധികാരി വിളിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. അയാൾ ചോദിച്ചു, എന്തിനാണ് ഭരണാധികാരി എന്നെ വിളിക്കാൻ കാരണം? അറിയില്ല, നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. നോക്കുമ്പോൾ മുടി ജട പിടിച്ച് കാലുകളിൽ ചെരുപ്പില്ലാതെ ഒരു സാധുവായ ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്താണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്? കലാമുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ആ പാട്ടുകൾ നിങ്ങൾ എന്നെ കേൾപ്പിക്കുമോ? അയാൾ വിചാരിച്ചത് പാട്ടാണെന്ന്. ആ മനോഹരമായ രാഗം നിങ്ങൾ എന്നെ കേൾപ്പിക്കുമോ? ആ ചെറുപ്പക്കാരൻ ഓതിക്കൊടുത്തു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായിക യൻദുറൂൻ تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون. സൂറത്തുൽ മുത്തഫിഫീനിലെ 22 മുതൽ 28 വരെയുള്ള ആയത്തുകളെന്ന് ഓതിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അയ്യുഹൽ അമീറുൽ മഗ്റൂർ, സ്വന്തം ജീവിതത്തിൽ ആർഭാടങ്ങളിൽ വഞ്ചിക്കപ്പെട്ടു പോയ ചെറുപ്പക്കാരനായ എന്റെ നേതാവേ, ഇത് നിങ്ങളുടെ വിരിപ്പ് പോലെയോ നിങ്ങളുടെ വീട് പോലെയോ ഉള്ളതല്ല. അല്ലാഹുവിന്റെ സ്വർഗമാണ് പറയുന്നത്. അല്ലാഹു ഒരുക്കുന്ന സ്വർഗീയ ആരാമങ്ങളിലെ അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങളുടെ വീട് പോലെയല്ല. في ظلال وعيون أكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന സ്വർഗ്ഗലോകം കേട്ടിട്ടുണ്ടോ?
അള്ളാഹുവിനെ ഓർക്കാതെ നടക്കുന്നവർക്ക് കൊടുക്കുന്ന നരകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫീ ളിലാലിൻ വസഅർ യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. നരകത്തിലേക്ക് മുഖത്താൽ വലിച്ചിഴച്ചു കൊണ്ടുവരപ്പെടുന്നവരുണ്ട്. അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയാണ് നരകം. നരകം അനുഭവിക്കുന്ന ഹതഭാഗ്യവാന്മാരുണ്ട്. മുത്തഖീങ്ങൾക്ക് സ്വർഗമുണ്ട്. അമീർ, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ? നന്മ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിനെ കണ്ടുമുട്ടണ്ടയോ? ഇതെന്നും നിൽക്കുന്ന ലോകമാണോ? ഒരു ചെറുപ്പക്കാരൻ ഒരു പേടിയുമില്ലാതെ ഭരണാധികാരി നോക്കി സംസാരിച്ച ആ സംസാരമാണ് മഹാനായ മൂസ ബിൻ സുലൈമാനുൽ ഹാഷിമി എന്നൊരു പരുവത്തിലേക്ക് ഉയരാൻ ആ മനുഷ്യനെ സഹായിച്ചത് ഒരു ചെറുപ്പക്കാരന്റെ ഖുർആൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തൽ. കരയാൻ തുടങ്ങി. എന്നോട് ആരും ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ, ആരും എനിക്ക് വചനം ഓർമ്മിപ്പിച്ചു തന്നില്ലല്ലോ, നിങ്ങളൊന്ന് ഓതിത്തരുമോ ഖുർആനിൽ? എനിക്ക് ഇനിയും കേൾക്കണം, ഇനിയും കേൾക്കണം. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. കുറ്റവാളികളായ ആളുകൾ സത്യവിശ്വാസികളെ കാണുമ്പോൾ ചിരിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. സത്യവിശ്വാസികൾ അല്ലാഹുവിനെ പേടിച്ച് നടക്കുമ്പോ അവരെ കളിയാക്കുമായിരുന്നു. ഹിജാബ് ധരിക്കാതെ ഒരു പെണ്ണ് നടക്കുമ്പോ ഹിജാബ് ധരിച്ചവരെ കാണുമ്പോ അവർക്ക് കളിയാക്കലായിരുന്നു. കള്ളുകുടിക്കാതെ ഭൂനിവാസങ്ങൾ ചെയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുമ്പോ കൂടെയുള്ളവർക്ക് അവനോട് പരിഹാസം, നീ എന്ത് ലോകത്താണോ ജീവിക്കുന്നതെന്ന്. വഇദൻഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ ഫകിഹീൻ. ആർഭാടത്തിലും സുഖലോലുപതയിലും വീടുകളിൽ ജീവിച്ചിരുന്നവർ വഇദാ റഅൗഹും ഖാലൂ ഇന്ന ഹൗലാഇ ലദാല്ലൂൻ. മുഅ്മിനീങ്ങളെ കാണുമ്പോൾ അവർ പറയും ഇവരൊക്കെ വഴിതെറ്റിയവരെന്ന്. വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ. മുഅ്മിനീങ്ങളുടെ കാര്യം നോക്കാൻ അല്ലാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. അതുകൊണ്ടെന്ന് പരലോകത്ത് മുഅ്മിനീങ്ങൾ അവിശ്വാസികളെ കാണുമ്പോൾ ചിരിക്കുകയാണ്. അവരെ കളിയാക്കിയിരുന്നുവല്ലോ, അവരെ തിരിച്ചവർക്ക് അവർക്ക് പ്രതികാരമെടുക്കാൻ അവസരം നൽകുന്നു. അലല്ലറായികി യൻദുറൂൻ. മനോഹരമായ കട്ടിലുകളിൽ ചാരിയിരുന്ന് വിശ്രമിക്കുന്ന മുഅ്മിനത്തും മുഅ്മിനിനെയും പരലോകത്ത് കാണാൻ കഴിയും. ഹൽ തുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. അല്ലാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവർക്ക് മതിവരോളം ശിക്ഷ അല്ലാഹു തരുന്നില്ലയോ എന്ന് ചോദിക്കുന്ന മുത്തഫിഫീൻ കേട്ടപ്പോൾ കരഞ്ഞുപോയി. മൂസ ബിൻ സുലൈമാനുൽ ഹാഷിമി വല്ലാത്ത കരച്ചിൽ. അന്ന് രാത്രി തന്നെ പറഞ്ഞു പരിവാരങ്ങളോട്, പാട്ടുകാര് പൊയ്ക്കോ, ഡാൻസ് ചെയ്യുന്ന പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ, ആരെയും എനിക്കിവിടെ വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ മതി. ഈ ചെറുപ്പക്കാരൻ എനിക്ക് ഖുർആൻ ഓതിത്തരട്ടെ, എനിക്കിത് കേൾക്കണം, ഒരുപാട് കേൾക്കണം. ആ രാത്രി അദ്ദേഹം ഉറങ്ങിയില്ല. ഒരു രാത്രിയിലെ ഒരു നേരത്തെ ഒരു സാരോപദേശം. വർഷങ്ങളായി വാദ് കേൾക്കുന്നവര്, വർഷങ്ങളായി സാരോപദേശം അറിയുന്നവർ, വർഷങ്ങളായി അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നവർ ഒരു നേരം നമ്മളോർത്ത് കരഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനോർത്ത് കണ്ണുകൾ നനഞ്ഞു പോയിട്ടുണ്ടോ? എന്റെ സഹോദരി, സഹോദര, ഒരു നേരമാണ് മാറ്റമുണ്ടാക്കിയത്. ഒരു അരമണിക്കൂർ നേരം മൂസ ബിൻ സുലൈമാനുൽ ഹാഷിമി എന്ന മില്യനയറുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. മഹാനായ മുഹമ്മദ് ബിൻ സമ്മാഖ് റഹിമഹുല്ലാഹ് കഅബാലയത്തിന്റെ ഹിജ്ർ ഇസ്മാഈലിൽ ഒരു ചെറുപ്പക്കാരൻ പാതിരാക്ക് വന്ന് പൊട്ടിക്കരയുന്ന കരച്ചിൽ കാണുന്നു. എന്തെന്നില്ലാത്ത കരച്ചിൽ. മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ സമ്മാഖ് റഹിമഹുല്ലാഹ് അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ്? പറഞ്ഞു, ഞാൻ മൂസ ബിൻ സുലൈമാൻ അൽ ഹാഷിമി, ജോർദാനിൽ നിന്ന് വന്ന
ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായവർ, ആർഭാടത്തിൽ ജീവിച്ചവർ കഥ പറഞ്ഞു കൊടുത്തു. എനിക്ക് അല്ലാഹുവിനറിയില്ലായിരുന്നു, എനിക്ക് ഖുർആൻ എന്താണെന്നറിയില്ലായിരുന്നു. പാട്ടുകളുടെ ലോകത്ത് ജീവിച്ചവനാണ് ഞാൻ, നൃത്തങ്ങളുടെ ലോകത്ത് കഴിഞ്ഞവനാണ് ഞാൻ. പാതിരാത്രിയിലെ ഖിയാമുൽ ലൈലിന്റെ മധുരം നൃത്തങ്ങളിൽ ഇല്ലെന്നും അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുള്ള മധുരം ഒരു പാട്ടിനുമില്ലെന്നും ഞാൻ തിരിച്ചറിഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. അല്ലാഹു എന്നെ പൊറുക്കുമോ, അല്ലാഹു എന്നെ പൊറുക്കുമോ, അല്ലാഹു എനിക്ക് മാപ്പ് തരുമോ? മുഹമ്മദ് ബിൻ സമ്മാക്ക്, ഞാൻ നിങ്ങളെ കാണാൻ കൊതിച്ചിരുന്ന ആളാണ്. നിങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് കുറച്ച് പറഞ്ഞു തരൂ. ഫദാവിനി ബിമർഹമി കലാമിക, നിങ്ങളുടെ വചനങ്ങൾ എനിക്ക് മരുന്നാണ്, നിങ്ങളുടെ വചനങ്ങൾ എനിക്ക് ആശ്വാസമാണ്. അതുകൊണ്ട് മുഹമ്മദ് ബിൻ സമ്മാക്ക്, അല്ലാഹുവിന്റെ കഅബാലയമല്ലേ കൺമുമ്പിൽ കാണുന്നത്? മുത്തനബി നടന്നുപോയ ഹറമിലല്ലയോ നമ്മൾ ഇരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളുടെ കൂടെ 7 വട്ടം കഅബക്ക് ചുറ്റും നടന്ന തവാഫ് ചെയ്ത സഅയ് ചെയ്ത പുണ്യഭൂമിയിലല്ലേ നമ്മൾ ഇരിക്കുന്നത്? ഹബീബ് പോകുന്ന മണ്ണിലേക്ക്, ഹബീബ് പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുമോ? മുഹമ്മദ് ബിൻ സമ്മാക്ക്, ഒരുപാട് കാലം, എന്റെ കഴിഞ്ഞ കാലം ഞാൻ അല്ലാഹുവിനെ ഓർക്കാതെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്റെ മുഅ്മിനെ, ചെറുപ്പക്കാരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മഹാനായ മുഹമ്മദ് ബിൻ സമ്മാക്ക് ചില വാക്കുകളാണ് പറഞ്ഞു കൊടുത്തത്. ചില വാക്കുകൾ. അല്ലാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടല്ലേ? അല്ലാഹു നിങ്ങൾക്ക് അതിന് അവസരം തരും. അറിയണേ, അന്ന ബൈന യദൈക അഖബ അലൈഹൽ മസ്ലകു ഗദൻ, നാളെ നിങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരുപാട് കടമ്പകളുണ്ട്. മഹ്ശറയുണ്ട്, ഹിസാബുണ്ട്, കിതാബുണ്ട്, സിറാത്തുണ്ട്. ലാ യഖതഉഹാ ഇല്ലൽ വരിഊന അൻ മഹാരിമില്ലാഹ്. ഹറാമിലേക്ക് പോവാതെ അല്ലാഹു തൊടരുത്, ഭുജിക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് തൊടാത്തവർ, അവർക്കല്ലാതെ നാളെ സിറാത്ത് കടക്കാൻ കഴിയില്ല, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, മഹ്ശറായിലെ വിചാരണ അവർക്കല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അവരുടെ കിതാബ വലത് കയ്യിൽ, അവരുടെ കിതാബുകൾ അല്ലാഹുവിനെ സൂക്ഷിച്ചവർക്കല്ലാതെ വലത് കയ്യിൽ ലഭ്യമല്ല. അതുകൊണ്ട് മൂസ ബിൻ സുലൈമാൻ ഒരുക്കി വെച്ചോളൂ, അല്ലാഹുവിനെ കാണണം. വൽ ജവാബ്, റബ്ബിനോട് മറുപടി പറയാൻ നിങ്ങൾ ഒരുക്കി വെച്ചോളൂ. ഫഇന്നക ഖാദിമുൽ ലാ മഹാല, ഉറപ്പാണ് റബ്ബിന്റെ മുമ്പിലേക്ക് നിങ്ങൾക്ക് പോകണം. അലാ അഹ്കമിൽ ഹാകിമീൻ വദയ്യാനി യൗമിദ്ദീൻ, പരലോകത്തിന്റെ ഉടമസ്ഥനെ കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ, ഉത്തരം ഒരുക്കി വെച്ചോളൂ. കരയാൻ തുടങ്ങി, എന്തെന്നില്ലാത്ത കരച്ചിൽ. മുഹമ്മദ് ബിൻ സമ്മാക്ക്, ഇർഫഖ് ബി, എന്നോടൊരൽപ്പം കരുണ കാണിക്കണേ, മതി എനിക്ക് മതി. ആ രാവിലെ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. 2 വാക്കുകളാ പറഞ്ഞത്, ഫുആദി ദംബി. അല്ലാഹുവേ, എന്റെ മനസ്സ് എത്ര മലിനമായിരുന്നു റബ്ബേ, എന്റെ മനസ്സിൽ എന്തെല്ലാം മോശപ്പെട്ട ചിന്തകൾ ഉണ്ടായിരുന്നു. ദംബി, എത്ര പാപങ്ങളാ ഞാൻ ചെയ്തു കൂട്ടിയത്. ഈ 10-35 വയസ്സിനിടയിൽ ഞാൻ ചെയ്യാത്ത തെറ്റുകളുണ്ടോ? മനുഷ്യരോട് ഞാൻ ഇടപെട്ടത്, നിന്റെ ജീവജാലങ്ങളോട് ഞാൻ ഇടപെട്ടത്, നീ അരുത് എന്ന് പാടില്ലാത്തത് മുഴുവനും ഞാൻ ചെയ്തു കൂട്ടിയത്. ഫുആദി ദംബി. ഹറമിന്റെ തൊട്ടടുത്തൊരു കൊച്ചു വീട്ടിലാണ് മഹാനായി മനുഷ്യന്റെ താമസം. മുഹമ്മദ് ബിൻ സമ്മാക്കിനെ വേർപിരിയുമ്പോ കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. സുബ്ഹി നിസ്കാരം നടക്കുമ്പോൾ മഹാനായ മുഹമ്മദ് ബിൻ സമ്മാക്ക് റഹിമഹുല്ലാഹ് ഹറമിലുണ്ട്. ആരോ പറഞ്ഞു ജനാസ വന്നിട്ടുണ്ട്. ഒരു ജനാസ വന്നിരിക്കുന്നു. ആരുടേതാണെന്നറിയില്ല. മയ്യിത്ത് നിസ്കാരമുണ്ട്. ഇന്നും നമുക്ക് കാണാൻ കഴിയും, മക്കയിലും മദീനയിലുമൊക്കെ പരിശുദ്ധ ഹറമുകളിൽ ജനാസകൾ വരും. നമുക്കറിയില്ലല്ലോ ആരുടേതാണെന്ന്. അന്നവിടെ പറഞ്ഞു ജനാസത്തു റജുലിൻ മജ്ഹൂൽ, ആരുടെ ജനാസയാണെന്നറിയില്ല. നല്ല മുഖമുണ്ട്, നല്ല തെളിമയുണ്ട് മുഖത്ത്. ഇതാ സഅയ് ചെയ്യുന്ന സഫാ മറുവക്കിടയിലാണ് കിടക്കുന്നത്. ആരുടേതാണെന്നറിയില്ല. കുളിപ്പിച്ചു കൊണ്ടുവന്നു.
ജനാസ നിസ്കരിക്കുന്നു. ആ ജനാസക്ക് ഹറമിൽ മുമ്പൊന്നും ഒരുമിച്ച് കൂടിയിട്ടില്ലാത്ത അത്ര പേർ ആ ജനാസക്ക് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സമ്മാക്ക് എന്നവരും ഓടിച്ചെന്ന് ജനാസയിൽ പങ്കെടുത്തു. ആരുടേതാണെന്നറിയില്ല. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ, ഇന്നലെ പൊട്ടിക്കരഞ്ഞിരുന്ന ഒരാൾ ദുനൂബി ദുനൂബി ഫുആദി ഫുആദി, എന്റെ മനസ്സ് റബ്ബേ, എന്റെ മനസ്സ്, എന്റെ പാപങ്ങൾ അല്ലാഹുവേ, എന്റെ പാപങ്ങൾ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ എവിടെ? ആ ചെറുപ്പക്കാരന്റെ വീട് വരെ ഒന്ന് പോയി നോക്കട്ടെ. വീട്ടിലേക്ക് ചെന്നപ്പോ അയൽക്കാരൊക്കെ സങ്കടത്തോടെ ശാന്തമായി നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, അല്ല, ഈ വീട്ടിൽ താമസിക്കുന്ന ആൾ എവിടെയുണ്ട്? മുഹമ്മദ് ബിൻ സമ്മാക്കെ, നിങ്ങൾ അറിഞ്ഞില്ലേ അയാൾ ഇന്ന് രാവിലെ മരണപ്പെട്ടത്? ജനാസ നിസ്കാരം നടന്നുവല്ലോ ഹറമിൽ. അതെയോ, ഞാനും കൂടിയിട്ടുണ്ട് ആ ജനാസയിൽ. അത് ഈ മനുഷ്യന്റേതായിരുന്നു, മൂസ ബിൻ സുലൈമാൻ അൽ ഹാഷിമി. നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തെ? ഇല്ല, ജോർഡാനിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അതുവരെ ഒരൽപ്പകാലം ഞങ്ങളോടൊപ്പം താമസിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ലായിരുന്നു. സുബഹി നേരം വരെ കരയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സുബഹി നേരത്ത് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചു നോക്കുമ്പോൾ അല്ലാഹു കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലാമ ഇബ്നു ഖുദാമ അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബു തവ്വാബീൻ. മഹാനവറുകൾ കിതാബു തവ്വാബീനിൽ ഉദ്ധരിച്ച സംഭവം, മഹാനവറുകൾ ഒരൊറ്റ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഒരു അരമണിക്കൂർ കൊണ്ട് മാറിമറിഞ്ഞത്. ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്നെങ്ങനെയാണ്, എവിടെയാണ് കഴിഞ്ഞ കാലം, എവിടെയാണ് ഇപ്പൊ കിടക്കുന്നത്? ഹറമിൽ വെച്ചുള്ള മരണം, ഇഹ്റാമിൽ വെച്ചുള്ള ഇഹ്റാമിലായുള്ള മരണം, സഅയ് ചെയ്തുകൊണ്ടിരിക്കെ, തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ റബ്ബിനോട് ചെയ്ത ദുആകൾ, പാതിരാത്രികളിൽ ഹറമിൽ കഴിച്ചുകൂട്ടിയത്, മഹാന്മാരോട് ദുആ ഇരപ്പിച്ചത്, അവരുടെ കൂടെ ഇരുന്നത്, ഇൽമിന്റെ സദസ്സിൽ പോയിരുന്നത്, കഴിഞ്ഞ കാലത്തെ മുഴുവൻ തിന്മകളും കഴുകി തുടച്ച് 6 മാസം കൊണ്ട് ആളൊന്ന് വേറെയായി മാറി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ചെളിമയാർന്ന മുഖത്തോടുകൂടെ ഹറമിൽ മരിച്ചു കിടന്ന ആ ഒരു പുണ്യമായൊരു മരണം കിട്ടി. മൂസ ബിൻ സുലൈമാൻ അൽ ഹാഷിമി എന്ന മില്യണയറായിരുന്ന 33 ലക്ഷം ദിർഹം വാർഷിക വരുമാനമുണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു ബിസിനസ്സുകാരൻ, ആർഭാടമല്ലാതെ മറ്റൊന്നും അറിയാത്തവർ, ഖുർആൻ കേൾക്കുക പോലും ചെയ്യാതിരുന്ന ആള്, ഒരു ചെറുപ്പക്കാരന്റെ ഖിറാഅത്ത് കേട്ടപ്പോഴാണ് വിശുദ്ധ ദീനിലേക്ക് അടുക്കുന്നത്, അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനെ ഓടി വരാൻ നേരമായിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിച്ചാൽ റബ്ബിലേക്കല്ലാതെ എങ്ങോട്ടോടാൻ പറ്റും? നമ്മൾ ആരെങ്കിലും പേടിച്ചാൽ അയാളിൽ നിന്നാണ് ഓടുക. അള്ളാഹുവിനെ മാത്രമാണ് അതിനൊഴിവ്. അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്ക് തന്നെയാണ് ഓടാനുള്ളത്, മറ്റാരിലേക്കുമല്ല. യാ റബ്ബി ജിഅ്തുക, റബ്ബേ ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു, റബ്ബേ ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. റബ്ബിനോട് ഇത് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു റമദാൻ വരാൻ കാത്തിരിക്കുകയാണോ? റമദാൻ വരട്ടെ, 27 വരട്ടെ, ഒരു കൊല്ലത്തേക്ക് ഒരൽപ്പം കണ്ണുനീർ, അത് കഴിഞ്ഞാൽ നമ്മൾ മറന്നു, നമ്മുടെ ചെറുപ്പക്കാർ മറന്നു. നമ്മുടെ ശരീരങ്ങളിൽ അള്ളാഹു നൽകുന്ന നിഅമത്ത്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അശ്ഹഹു വൽ ഫറാഗ്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, 2 അനുഗ്രഹങ്ങളുണ്ട്, 2 വലിയ അനുഗ്രഹങ്ങൾ. നമ്മളൊക്കെ ഇല്ലായ്മ പറയുന്നവരാ, എനിക്കതില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഉള്ള ഏറ്റവും വലിയ 2 നിഅമത്തുകളെ സംബന്ധിച്ച് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമതാൻ, 2 വലിയ അനുഗ്രഹങ്ങളുണ്ട്. മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധികം ആളുകളും ഇല്ലാമാ റഹിമ റബ്ബി, റബ്ബിന്റെ കാരുണ്യം സിദ്ധിച്ചവരൊഴികെ അധിക പേരും ആ നിഅമത്തിൽ മറന്നുപോയിരിക്കുകയാണ്, വഞ്ചിതരാണ്. അസ്ഹഹു വൽ ഫറാഗ്, ഒരു മനുഷ്യന്റെ യൗവനകാലം, ആരോഗ്യമുള്ള കാലം, ശരീരത്തിന് പുഷ്ടിയുള്ള കാലം, വൽ ഫറാഗ്, ഒഴിവ് സമയങ്ങള്. ഈ 2 സമയങ്ങൾ അള്ളാഹു ചെയ്ത വലിയ നിഅമത്തുകളാണ്. അധികമാർക്കും അതിന്റെ വില അറിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യമുള്ള കാലഘട്ടത്തിലാണ് ചെറുപ്പക്കാരുടെ ശരീരങ്ങളിൽ മസിലുകളുള്ള, അവരുടെ nervuകളൊക്കെ സജീവമായും ചോര തുടിക്കുന്ന, എന്തിനും പോരാൻ എന്തിനും കഴിവുള്ള ആ ഒരു യൗവനകാലമാണ് നമ്മുടെ മക്കൾ നമ്മുടെ റോഡുകളിൽ മയക്കുമരുന്നടിച്ച് കിടക്കുന്നത്. ആ മക്കളാണ് പാതിരാത്രികളിൽ 2 മണിക്കും 3 മണിക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്, മത്ത് പിടിച്ചുകൊണ്ട്, കള്ളു കുടിച്ചിട്ടുമല്ലാതെയും. മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാർ ഇത് ചെയ്യുന്നത് അറിയുമ്പോൾ വേദനയുണ്ട്. ആലോചിച്ചു നോക്കണ്ടയോ? ശരീരത്തിലേക്ക് കണ്ണിന് നോക്കാൻ കഴിവ് തന്ന അല്ലാഹു നമ്മുടെ കണ്ണുകളിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഞരമ്പ് പിടിച്ചു വെച്ചാൽ
കാഴ്ചയില്ല. ചെവിയിലേക്ക് വരുന്ന കോടിക്കണക്കിന് നെർവസ് സിസ്റ്റങ്ങളുണ്ട്, നെർവസ് സെല്ലുകളുണ്ട്. ആ സെല്ലുകളിൽ ഏതെങ്കിലും ചില സെല്ലുകൾ ഡാമേജ് ആയാൽ കേൾക്കാൻ വയ്യ. നമ്മുടെ നാവ്, നമ്മുടെ തൊണ്ട, നമ്മുടെ സ്വരതന്തുക്കൾ ഇതെല്ലാം കൃത്യമായി വർക്ക് ചെയ്തെങ്കിലല്ലേ സംസാരിക്കാനൊക്കൂ. നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നലുകൾ, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, അറിയുന്ന ഇൽമുകൾ നമ്മുടെ ബ്രെയിനിലിട്ട് ചിന്തിക്കാൻ കഴിയാൻ നമ്മുടെ തലച്ചോറിനുള്ളിൽ അല്ലാഹു സൃഷ്ടിച്ച സംവിധാനങ്ങളെ ഏതെങ്കിലും ഒരു ചെറിയൊരു ആക്സിഡന്റ് കൊണ്ട് തലയിടിച്ചു വീണാൽ കഴിഞ്ഞു, ഓർമ്മയില്ല, ബോധമില്ല. അങ്ങനെ റബ്ബിന്റെ റഹ്മത്തുകളുടെ നൂൽപാലങ്ങളിൽ നടക്കുമ്പോൾ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നൂൽപാലങ്ങളിലാണ് നമ്മൾ നടക്കുന്നത്. അള്ളാഹു അതിന്നും തെറ്റി വീഴ്ത്തിയാൽ കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴാണ് കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ കഴുത്ത് ഞെട്ടിപ്പോയി. 4-5 വർഷമായി കിടന്ന കിടപ്പിലാണ്, കൈകാലുകൾ നിർത്താൻ കഴിയാതെ. ഒന്ന് കുളിക്കാൻ ഇറങ്ങിയതാ, കഴുത്തൊന്ന് ഞെട്ടിയതാണ്. സുബ്ഹാനല്ലാഹ്, നിഅമതാൻ മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്ഫിഹതു വൽ ഫറാഗ്. 40 വയസ്സ് വരെ യൗവനമുണ്ടെന്നാണ് ശറഅ് പറയാ. 40 വയസ്സ് വരെ ആരോഗ്യമുള്ള കാലമാണ്. 40 കഴിഞ്ഞാൽ ആരോഗ്യം അതിന്റെ ഡിറ്റീരിയേഷൻ ആരംഭിക്കുന്നു, തകർച്ച ആരംഭിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഖൈർ തന്നെ. ആ കാലഘട്ടങ്ങളിൽ റബ്ബിനെ സൂക്ഷിച്ചവർക്ക് അല്ലാഹു യഹ്ഫദുഹും, അല്ലാഹു അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ യുവാക്കളിൽ, നമ്മുടെ യുവതികളിൽ യൗവനകാലങ്ങളിൽ അല്ലാഹുവിനെ ഓർക്കുന്നവർ എത്ര പേരുണ്ട്? കൈകാലുകൾക്ക് എമ്പാടും ഓടാനും ചാടാനും കളിക്കാനും മണിക്കൂറുകളോളം ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന നമ്മുടെ മക്കൾ മഗ്രിബിന്റെ നേരമാകുമ്പോ, അസ്റിന്റെ നേരമാകുമ്പോ, ഇശാഇന്റെ നേരമാകുമ്പോ, ളുഹ്റിന്റെ നേരമാകുമ്പോ, സുബ്ഹിന്റെ നേരമാകുമ്പോ അല്ലാഹുവിന് വേണ്ടി വുദൂഎടുത്ത് മസ്ജിദിലേക്ക് നടന്നു പോവാൻ നമ്മുടെ മക്കളെ കൊണ്ട് ആവുന്നുണ്ടോ? മക്കളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ വായുകളിലേക്ക് ഹറാമുകൾ നിങ്ങൾ കൊണ്ടുപോവല്ലേ. മൻ ശരിബൽ ഖംറ ഫിദ് ദുനിയാ ലം യശ്റബുഹു ഫിൽ ആഖിറ. ദുനിയാവിൽ മദ്യപിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അനുഭവിക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ചെറുപ്പക്കാരുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 4 ചെറുപ്പക്കാർ, അവരെ മോശപ്പെട്ട ഗ്യാങ് ആയിരുന്നു, എല്ലാ തിന്മകളും ചെയ്യുന്ന ഗ്യാങ്. പാതിരാവുകളിൽ അവർക്ക് സങ്കേതങ്ങളുണ്ട്, രഹസ്യമായി ചെന്നിരിക്കാനുള്ള ഇടങ്ങളുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പരിസരങ്ങളിൽ അനാശാസ്യതകൾ നടക്കുന്ന ചില ക്ലബ്ബുകളെ പോലെ എത്രയോ ചെറുപ്പക്കാർ അതിലേക്ക് ആകർഷകരാകുന്നുണ്ട്. കളിയാണ്, ആനന്ദമാണ്, ഉത്സവമാണ്, ആഘോഷമാണ്, സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരുടെ സമയം, അവരുടെ വിലപ്പെട്ട ആരോഗ്യമെല്ലാം ഹറാമിലേക്ക് കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങൾ, സാഹചര്യങ്ങൾ, പോയിരിക്കുന്ന ഇടങ്ങൾ. അങ്ങനെ കറങ്ങി നടന്നിരുന്ന 4 പേർ പറഞ്ഞോണ്ട് കേൾക്കാനല്ലേ പോലൊന്ന് പറയണത്. ആയിക്കോട്ടെ. അപ്പോ 4 പേരിങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു ഗ്യാങ് കൂടി അവര് ഒരു തിന്മ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നമ്മൾ രാത്രി കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലല്ലോ. അന്നവർക്ക് വ്യഭിചരിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. കള്ളുകുപ്പി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. 1-2 പെൺകുട്ടികളെ അവർ വലയിൽ വീഴ്ത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. മഗ്രിബിന്റെ സമയമാണ്. 4 പേര് മുസ്ലിമീങ്ങളാണ്. വൃത്തം പറഞ്ഞു, നമുക്ക് രാത്രിയുടെ ഡിന്നർ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭക്ഷണം അടിയന്തരമായി തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഒരുത്തൻ ഓടുകയാണ്. 4 പേര് മുസ്ലിമീങ്ങളാണ്. പക്ഷേ ഇസ്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എവിടെയൊക്കെയോ എന്തൊക്കെയോ കേട്ടതിന്റെ അനുഭവങ്ങളുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെയോ ചില ഓർമ്മകളുണ്ട്. പക്ഷേ നിസ്കരിച്ചിട്ടില്ല കാലം വരെ. അല്ലാഹു കുടിക്കരുത്, കഴിക്കരുത് എന്ന് പറഞ്ഞത് നാവിലൂടെ, വായിലൂടെ ഇറക്കി വിട്ടവർ. അല്ലാഹു അടുക്കരുത് എന്ന് പറഞ്ഞിടത്തേക്ക് ലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അടുത്തു പോവല്ലേ എന്ന് പറഞ്ഞ വിഷയമാണ് വ്യഭിചാരം. അത് മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ. ഒരുത്തൻ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി കാറെടുത്ത് പോവുകയാണ്. അവൻ 7 മണിക്ക് എത്തണം. 7 മണിയായി ആളെത്തിയില്ല.
8 മണിയായി, ആളെ കാണുന്നില്ല. 3 കൂട്ടുകാർ അവരുടെ കൂടെ തിന്മ ചെയ്യാനുള്ള എല്ലാ പ്ലാനുകളും ചെയ്തു വെച്ചിരിക്കുകയാണ്. 8:30 മണിയായപ്പോ ഒരുത്തൻ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കാം എന്റെ കൂട്ടുകാരൻ എന്ത് പറ്റിയെന്ന് നോക്കാൻ. അവൻ തന്റെ വാഹനമെടുത്ത് കൂട്ടുകാരനെ തെരഞ്ഞു പോകുന്നു. ആ യാത്രയിൽ കാണുന്നത് റോഡരികിൽ ഒരു വാഹനം കത്തുന്നതാണ്. വാഹനത്തിൽ തീ പിടിച്ചിരിക്കുന്നു. തന്റെ കൺമുമ്പിൽ കത്തുകയാണ്. വിജനമായൊരു സ്ഥലം. ഓടിച്ചെന്ന് നോക്കുമ്പോൾ തന്റെ കൂട്ടുകാരന്റെ കാറാണത്. നോക്കുമ്പോൾ അവന്റെ ഒരു ഭാഗം മുഴുവൻ കരിഞ്ഞിട്ടുണ്ട്. വാതിൽ എങ്ങനെയോ ഒരു രീതിയിൽ അവൻ ചവിട്ടി തുറന്ന് ഇവനെ പുറത്തെടുക്കുകയാണ്. അവൻ പറഞ്ഞു, എന്നെ പുറത്തെടുത്തിട്ട് കാര്യമില്ല, ഞാൻ പോവുകയാണ്, എന്റെ കാര്യം കഴിഞ്ഞു. ശരീരത്തിന്റെ ഒരു പകുതിയോളം കരിഞ്ഞിരിക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ കരഞ്ഞുകൊണ്ട്, തിന്മ ചെയ്യുന്ന കൂട്ടുകാരെങ്ങനെയാ പരസ്പരം വലിയ സ്നേഹം കാണിക്കുന്നു. നന്മ ചെയ്യുന്ന ആളുകൾ നന്മ ചെയ്യുന്നവരെ സ്നേഹത്തോടെ കാണുന്നു. തിന്മ ചെയ്യുന്നവർ തിന്മ അങ്ങനെയാണല്ലോ. അൽഅർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ വമാ തനാകറ മിൻഹ ഇഖ്തലഫ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല കൂട്ടുകെട്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ അല്ലാഹു നൽകട്ടെ. അൽഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു. നാളെ സുഹൃത്തുക്കളൊക്കെ പരസ്പരം ശത്രുക്കളാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഒഴികെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് നൽകണേ തമ്പുരാനെ. കൂട്ടുകാരനെ തന്റെ വാഹനത്തിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഉറക്കെ പറയുന്നുണ്ട്, ഞാൻ എന്താണ് അവനോട് പറയുക. ചോദിച്ചു, നീ ആരോടാണ് ഈ പറയുന്നത്? അല്ലാഹ്, പടച്ച റബ്ബിനോട് ഞാൻ എന്ത് പറയും? ഞാൻ പോവാൻ, എന്റെ ജീവിതം കഴിഞ്ഞു, ഞാൻ അവസാനിക്കാൻ. എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാലും എന്റെ ജീവൻ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് പറയാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് മരണത്തിന്റെ മുമ്പ് ഇവന് ഓർമ്മ വന്നു. ഞാൻ എന്ത് പറയും എന്റെ റബ്ബിനോട് ഞാൻ എന്ത് പറയും? സ്വന്തം കൂട്ടുകാരിൽ 2 പേർ വ്യഭിചരിക്കാൻ ഏർപ്പാടുകൾ ചെയ്ത് മദ്യക്കുപ്പികൾ കൊണ്ടുവച്ച് ഹറാമിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത് തിന്മക്ക് പ്ലാൻ ചെയ്ത രാത്രിയിൽ അള്ളാഹു കൊണ്ടുപോവുകയാണ്. എന്റെ സഹോദരങ്ങൾ ആലോചിക്കണം, ഞാൻ എന്താണ് അവനോട് പറയുക? അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള യാത്രയാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു, അപ്പോഴേക്കും കൂട്ടുകാരൻ മരിച്ചു വീഴുകയാണ്, ജീവനില്ല. തന്റെ കൂട്ടുകാരനെ ഹോസ്പിറ്റലിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയ ആ നിമിഷമാണ് ഈ കൂട്ടുകാരനെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നത്. അവൻ ആലോചിച്ചു, റബ്ബേ, എനിക്കും ഇങ്ങനൊരു അവസരം വരുമ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഞാൻ എന്തവനോട് പറയും? മരണം എന്റെ മുമ്പിലേക്ക് വന്നാൽ, ഒരു ആക്സിഡന്റ് ആയി എന്ന് സങ്കല്പിക്കുക, ലാ സമഹല്ലാഹ്. അങ്ങനെ സംഭവിച്ചാൽ മരണം മുമ്പിൽ കാണുകയാണ്. മരണം കൺമുമ്പിൽ കാണുകയാണ്. നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ? ഹക്കടപാടുകൾ വീട്ടിയിട്ടുണ്ടോ? ഖലാഅക്കിയ നോമ്പുകൾ ഖലാഅ് വീട്ടിയിട്ടുണ്ടോ? മനുഷ്യന്മാരുമായി ഹക്കടപാടുകൾ പരസ്പരം കൊടുത്തതും വാങ്ങിച്ചതും കൊടുക്കാനുള്ളതും പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ? കൊടുത്തു തീർത്തിട്ടുണ്ടോ? ഗീബത്തും നമീമത്തും നാവുകൊണ്ട് എമ്പാടും പറഞ്ഞത് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ? അയൽപ്പക്കക്കാരെ കുറിച്ച്, സുഹൃത്തിനെ കുറിച്ച്, നാട്ടുകാരനെ കുറിച്ച് പലതും പറഞ്ഞു പരത്തിയത് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ? ഈ ഗീബത്തും നമീമത്തുകളുടെയൊക്കെ കൂമ്പാരങ്ങൾ കയ്യിലുണ്ടായിരിക്കെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ, റബ്ബേ, ഈ നിമിഷം നീ എന്നെ കൊണ്ടുപോയാൽ എന്റെ അവസ്ഥ എന്താണ്? ഈ ഒരു ചിന്ത നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരണം സഹോദരങ്ങളെ. അല്ലാഹു നമുക്കതിനെ സഹായിക്കട്ടെ. തന്റെ കൂട്ടുകാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വിളിയാളം വരുന്നു. പള്ളിയിലേക്ക് വിളിക്കുന്നുണ്ട്, ഹയ്യ അലസ് സ്വലാഹ്. ഒരുപാട് തവണ കേട്ടിട്ടുണ്ടത്. നിസ്കരിക്കാൻ വരണേ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരേണമേ. തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ലാഹുവേ, നിന്നോട് ഞാൻ എന്തു പറയും? ഞാൻ എന്തവനോട് പറയുമെന്ന് കൂട്ടുകാരന്റെ ചോദ്യം ഈ കൊണ്ടുപോയ കൂട്ടുകാരന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അന്ന് ആദ്യമായി പള്ളിയിലേക്ക് നടന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. കൂട്ടുകാർ ഈ വിഷയമോർത്ത്, തന്റെ കൂട്ടുകാരൻ വെന്ത് മരിച്ചതോർത്ത് എല്ലാ തിന്മക്കും പ്ലാൻ ചെയ്തിരുന്നവർ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. അത് പറഞ്ഞു കൊടുത്തു നമ്മുടെ കൂട്ടുകാരൻ. അവസാനം പറഞ്ഞ വാക്കിതാണ്, അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുകയാണ് റബ്ബേ. നിന്നിലേക്ക് മടങ്ങി തമ്പുരാനെ, നിന്നിലേക്ക് മടങ്ങി റബ്ബേ.
അത് പക്ഷേ ഒരു അപകടം കൺമുമ്പിൽ അള്ളാഹു കാണിച്ചു കൊടുത്തപ്പോഴാണ്. അങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ വന്നില്ലെന്ന് വിചാരിക്കുക, അള്ളാഹു വളരെ പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ ഒരു മരണം നൽകിയെന്ന് വിചാരിക്കുക. ഒരു സൈലന്റ് അറ്റാക്ക്, ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. നമ്മുടെ ബ്രെയിൻ അങ്ങ് സ്റ്റില്ലായിപ്പോയി. ഒരു കോമയിൽ മനുഷ്യൻ പ്രവേശിക്കുന്നു. എന്തായിരിക്കും മുഅ്മിനേ നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ റഹ്മത്ത്, നിരന്തരമായ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകുകയാണ്. ആ ഒഴുക്കങ്ങാനും അള്ളാഹു പിടിച്ചു വെച്ചാൽ നമുക്ക് എന്തുണ്ട്? ഒന്നുമില്ല. നടക്കാൻ കഴിയാ, എഴുതാനോ പേന പിടിക്കാനോ കൈ പിടിക്കാനോ പോലും പറ്റാതെ കിടന്ന കിടപ്പിൽ പാരലൈസ് ആയി പോകുന്ന അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കുക? അതുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നതിന്റെ മുമ്പ് നമ്മുടെ മുമ്പിൽ ഒരു അപകടം സംഭവിക്കാൻ കാത്തിരിക്കല്ലേ. സമയം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പിശാച് റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബി ലാ അബ്റഹു അഗ്വി ബനി ആദം, ആദം സന്തതികളെ ഞാൻ പഴപ്പിച്ചുകൊണ്ടിരിക്കും റബ്ബേ. ശരീരങ്ങളിൽ ആത്മാക്കൾ ഇരിക്കുന്ന കാലത്തോളം മനുഷ്യരെ ഞാൻ പഴപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പിശാച് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ഖാല റബ്ബു തആല ബിഇസ്സതി വജലാലി വർതിഫാഇ മകാനി ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. എന്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം, എന്റെ ജലാലിനെ തന്നെയാണ് സത്യം, എന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എന്റെ മഖാമിനെ തന്നെയാണ് സത്യം. മനുഷ്യരെ നീ പഴപ്പിക്കല്ലേ, അവരെത്ര കാലം എന്നോട് പൊറുക്കലിനെ ചോദിക്കുമോ അത്രയും കാലം ഞാൻ അവർക്ക് പൊറുത്തുകൊണ്ടിരിക്കും. അവരെന്നോട് മാപ്പ് ചോദിച്ചാൽ നീ അവരെ പഴപ്പിക്കുകയും ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തിന്മകൾ സംഭവിക്കുന്നത് സ്വാഭാവികം. മനുഷ്യനെന്ന നിലയിൽ തെറ്റുകളിലേക്ക് ടെംപ്റ്റഡായി പോകുന്നു. എന്നാൽ അള്ളാഹുവിനെ ഓർക്കുകയും തിരിഞ്ഞു നടക്കുകയും ചെയ്താൽ, റബ്ബിനോട് പാപമോചനം ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. തിന്മകളിൽ നിന്ന് പാപമോചനം ചോദിക്കുന്നവർ തെറ്റു ചെയ്യാത്തവരെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റബ്ബിനോട് പറയണം നമ്മളൊക്കെ, യാ റബ്ബി ജിൽതുക, റബ്ബേ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു, റബ്ബേ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്, സ്വീകരിക്കണേ. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന വല്ലാഹു ഗഫൂറുർ റഹീം. അവർ എന്നോട് പാപമോചനം ചോദിക്കുന്നില്ലയോ? അഫലാ യതൂബൂന ഇലല്ലാഹ്, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലയോ? വയസ്തഗ്ഫിറൂന, പുറത്തു തരണേ എന്ന് ചോദിക്കുന്നില്ലയോ? വല്ലാഹു ഗഫൂറുർ റഹീം, അവൻ പുറത്തു തരുന്നവനല്ലയോ? അല്ലാഹു പറയാണ്, നമുക്ക് അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ റബ്ബേ നിന്റെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നുവെന്ന് പാതിരാത്രികളിൽ വുദൂ എടുത്ത് 2 റക്അത്തെങ്കിലും സുബ്ഹിന്റെ മുമ്പ് അല്ലാഹുവിനോട് എഴുന്നേറ്റ് പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞ് പാപമോചനം ചോദിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മുടെ യൗവനകാലത്ത് അവസരം ലഭിച്ചില്ലെങ്കിൽ മുഅ്മിനത് എന്തൊരു ഹതഭാഗ്യമാണ്, എത്ര വലിയ ഹതഭാഗ്യമാണത്, ഭാഗ്യക്കേടാണത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നിലേക്ക് നടക്കാൻ തൗഫീഖ് തരണമേ. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു സാധാരണക്കാരൻ വരുന്നു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ, യാ അബാ ഇസ്ഹാഖ്, അബാ ഇസ്ഹാഖ്, അബൂ ഇസ്ഹാഖ് എന്നവരെ, ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ അപരനാമമാണത്. ഇന്നി റജുലുൻ മുസ്രിഫുൻ അലാ നഫ്സി ബിദ്ദുനൂബി വൽ മആസി, ഒരുപാട് തിന്മകളും തെറ്റുകളും ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഇബ്രാഹിം അദ്ഹം തങ്ങളെ, നിങ്ങൾ എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എനിക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ? കള്ളുടിക്കുന്നവരെ ശീലമാക്കിയവർ, ഒഴിവാക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നവർ, മദ്യപാനം വിട്ട് മയക്കുമരുന്നിന് അഡിക്റ്റുകളായി മാറുന്ന, ഡ്രഗുകൾ അഡിക്റ്റുകളായി മാറുന്ന സ്കൂൾ പിള്ളേര് മുതൽ അങ്ങോട്ടുള്ളവർ, പിന്മാറാൻ കഴിയില്ലെന്ന് പറയുന്നവർ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പാതിരാവോളം രാത്രി 2 മണി വരെ 3 മണി വരെ സ്വന്തം കൂട്ടുകാരുടെ കൂടെ കറങ്ങി തിരിഞ്ഞ് വീടുകളിലേക്ക് ബോധം പോലും ഇല്ലാതെ കയറി വരുന്ന മക്കൾ, ഞങ്ങൾക്ക് നിർത്താൻ കഴിയില്ലെന്ന് പറയുന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ ആത്മീയ ഗുരുവായിരുന്ന ഇബ്രാഹിം അദ്ഹം തങ്ങളോട്, യാ അബാ ഇസ്ഹാഖ്,
മഹാനവറുകളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, തിന്മ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നാ അവിടെ പറഞ്ഞത്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, മോനെ ഞാൻ നിങ്ങൾക്ക് 5 കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് മോനെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു തിന്മയും നിങ്ങളെ പിടികൂടുകയില്ല. ഒരു സുഖത്തിന്റെ പിന്നാലെയും നടന്ന് നിങ്ങൾ ഹറാമിലേക്ക് പോവില്ല. 5 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ, അത് മതി നിനക്ക് നന്നാവാൻ. ആര് പറഞ്ഞു? ആത്മീയ ഗുരുവായ ഇബ്രാഹിം വദ്ഹം റളിയല്ലാഹു അൻഹു. അവരും ഒരു ആർഭാട ജീവിതത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് സുഹൃത്തിലേക്ക് കടന്നു വന്ന മഹാനാണ്. ജോർഡാനിന്റെ ഭാഗങ്ങളിൽ അവസാന കാലം കഴിച്ചുകൂട്ടിയ രാജകുമാരനായി ജീവിച്ച മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ യൗവനകാലം അങ്ങനെയാണ്. പിന്നീട് സുഹൃത്തിലേക്ക് പരിത്യാഗത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. 5 കാര്യം ഇത് മുഅ്മിനെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് എടുക്കുക. 5 വിഷയങ്ങൾ. 1, അള്ളാഹുവിനെ തെറ്റ് ചെയ്യാണല്ലേ, അരുത് എന്ന് പറഞ്ഞ് നീ ചെയ്യുകയാണല്ലേ, എന്നാലേ നീ ചെയ്ത തെറ്റിന് ഒരൊറ്റ കാര്യമുണ്ട്, അള്ളാഹുവിന്റെ ഭക്ഷണം നീ തിന്നരുത്. അവന്റെ ഭക്ഷണം കഴിച്ച് നീ അവനെ തെറ്റ് ചെയ്യല്ലേ. അയാൾ പറഞ്ഞു, ഞാൻ എവിടുന്ന് തിന്നു? ഈ ഭൂമിയിലും ആകാശലോകത്തുള്ള മുഴുവതും അള്ളാഹുവിന്റേതല്ലയോ? ഇബ്രാഹിം തങ്ങൾ ചോദിച്ചു, പിന്നെ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് നീ അള്ളാഹു തെറ്റ് ചെയ്ത് ജീവിക്കേ, നിനക്ക് എങ്ങനെ അത് കഴിയുന്നു? സിമ്പിളാണ്. ആൻസർ ഇസ് വെരി സിമ്പിൾ. നമ്മുടെ വായിലേക്ക് വരുന്ന ഭക്ഷണം അള്ളാഹു ഒരുക്കി വെച്ചതാണ്. വല്ല ഭക്ഷണം നമ്മൾ ഈ പറമ്പ് കാണുന്നുണ്ടോ? വല്ലതും. എല്ലാ വീടുകളിലും ഭക്ഷണം എത്തി, നമ്മുടെ അങ്ങാടികളിൽ ഭക്ഷണം എത്തി, നഗരങ്ങളിൽ ഭക്ഷണം സ്റ്റോക്കാണ്. എവിടുന്നത് വന്നു? ആരാണിതിനെ പ്രേരിപ്പിച്ചത് കൃഷി ഇറക്കാൻ? ആരാണതിനു വേണ്ടി കഷ്ടപ്പെടാൻ കുറച്ചാളുകളെ ഉത്ബോധിപ്പിച്ചത്? ആരുടെ മനസ്സിലാണ് അള്ളാഹു ഇതൊക്കെ തോന്നിപ്പിച്ചു കൊടുത്തത്? ധാന്യം വിളക്കാൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് ഭക്ഷണം ഏറ്റെടുത്തത്, അള്ളാഹുവിന്റെ ഭക്ഷണമാണ്. പലരുടെ കൈകളിലൂടെ നമ്മൾ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പൊ അള്ളാന്റെ ഭക്ഷണം കഴിച്ച് നീ തെറ്റു ചെയ്യല്ലേ. തെറ്റ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരിടത്തും നീ താമസിക്കരുത്. നേരത്തെ പറഞ്ഞതിനേക്കാളും വലുതാണല്ലോ ഇത്. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനാണെങ്കിൽ എവിടെയാണ് ഞാൻ പോയി താമസിക്കേണ്ടത്? എവിടെ എനിക്ക് താമസിക്കാൻ കഴിയും? മഹാനവറുകൾ ചോദിച്ചു, അള്ളാന്റെ ഭക്ഷണം കഴിക്കുകയും അവനൊരുക്കിയ വീടിൽ താമസിക്കുകയും ചെയ്തിട്ട് അള്ളാഹുവിന് തെറ്റ് ചെയ്ത് ജീവിക്കുകയോ? എത്ര ഗൗരവമാണത്. മൂന്നാമത്തേത് എന്താണ്? അബൂ ഇസ്ഹാഖ് പറഞ്ഞു തരൂ ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ. മൂന്നാമത്തേത്, ഇദാ അറദ്ത അൻ തഅസിയ വഅൻത തഅകുലു റിസ്ഖ വതസ്കുനു ബിലാദ ഫൻദുർ മൗദിഅൻ ലാ യറാക ഫീഹി മുബാരിസൻ ലഹ്. അള്ളാന്റെ ഭക്ഷണം കഴിച്ച് അവനൊരുക്കിയ ഭൂമിയിൽ താമസിച്ച് നീ ജീവിച്ച് തെറ്റ് ചെയ്യുമ്പോൾ ആരാരും കാണാത്തിടത്തേക്ക്, അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് പോയി തെറ്റ് ചെയ്തേക്കണം. ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ അള്ളാഹുവിന്റെ നോട്ടം എത്താത്ത ഇടങ്ങളുണ്ടോ അവന്റെ ലോകത്ത്? ഞാൻ എവിടെ പോകും പിന്നെ? ഞാൻ പറഞ്ഞത്, അള്ളാന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ ഭൂമിയിൽ താമസിച്ച് അവന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിത് ചെയ്യുകയാണോ? ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അള്ളാഹു നിങ്ങളെ തെറ്റ് ചെയ്യുന്നിടത്ത് പിടിക്കാൻ തന്നെ അള്ളാഹു നിങ്ങളെ ശ്രദ്ധിച്ച് കാത്തിരിക്കുകയാണ്. അള്ളാഹ് വീട്ടിൽ ആരുമില്ലെങ്കിൽ, ഒറ്റക്കായിരുന്നാൽ, കോളേജിലാണെങ്കിൽ, ക്യാമ്പസിലായിരുന്നാൽ, ഹോസ്റ്റലിലായിരുന്നാൽ, ഏതെങ്കിലും നഗരങ്ങളിൽ പോയി നമ്മുടെ മക്കൾ പഠിക്കാൻ പോയാലോ ജോലി ചെയ്യാൻ വേണ്ടി പോയാലോ അല്ലാഹു അവിടെയൊക്കെ ഇല്ലയോ? എങ്ങനെ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയും? നാലാമത്തേത്, മഹാനവറുകൾ പറഞ്ഞു, നീ തെറ്റ് ചെയ്ത ഇങ്ങനെയൊക്കെ നീ ജീവിച്ചിട്ടും നിനക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ റൂഹിനെ പിടിക്കാൻ ഒരു മലക്ക് വരുന്നുണ്ട്. മലക്കിനോട് പറഞ്ഞേക്കണം, എനിക്ക് വരാൻ നേരമായിട്ടില്ല, കുറച്ചു നേരം സമയം തരുമോ എന്ന്. ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ മരണമാസന്നമായാൽ ആർക്കാണത് നീട്ടിക്കൊണ്ടുപോവാൻ കഴിയുന്നത്? വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ
വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. എങ്ങനെയാ മോനെ നിനക്ക് പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയുന്നത്? നിന്റെ മരണം എപ്പോഴാണെന്ന് നിനക്കറിയില്ല. മരണം ആസന്നമാകുമ്പോ ഞാനിപ്പോ വരില്ലെന്ന് പറയാൻ കഴിയോ? അല്ലാഹു കൊണ്ടുപോവില്ലയോ? അഞ്ചാമത്തതും പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ ഭൂമിയിൽ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് നാളെ പരലോകത്ത് അദാബിന്റെ മലക്കുകൾ നരകത്തിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്ന് പറയണം ഞാൻ വരില്ലെന്ന്. ഇബ്രാഹിം തങ്ങളെ മതി. അഞ്ചാമത്തേത് ഭയങ്കരം തന്നെ. അള്ളാഹുവിന്റെ മലക്കുകൾ യുസ്ഹബൂന അലാ വുജൂഹിഹിം മിനന്നാർ, നരകത്തിലേക്ക് ചില ആളുകൾ വലിക്കപ്പെടുന്നുണ്ട്, മാലാഖമാർ വലിച്ചു കൊണ്ടുവരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്? ഹസ്ബി ഹസ്ബി, മതി അനസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നു. നമ്മുടെ ഭക്ഷണത്തെ കുറിച്ച് ഓർത്താൽ ഈ പ്രപഞ്ചം മനോഹരമായി ഇങ്ങനെ കാറ്റും വെളിച്ചവും നൽകുന്ന അല്ലാഹു, ശ്വസിക്കാൻ ഓക്സിജൻ എല്ലായിടത്തും വെച്ച അല്ലാഹു, കുടിക്കാൻ വെള്ളം തന്ന അല്ലാഹു, ഭക്ഷണം നമ്മുടെ വായിലൂടെ കടന്നു പോയാൽ ശരീരത്തിനതിന് വേണ്ട ഭാഗത്തേക്ക് അതിന്റെ പ്രോട്ടീനുകളും മിനറലുകളും ഫാറ്റുകളും അതിന്റെ ഓരോന്ന് വ്യത്യസ്തമായ രീതികളിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ കഴിയുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനവും തലച്ചോറും നമ്മുടെ ശരീരത്തിൽ വെച്ച അല്ലാഹു തആല. എങ്ങനെയാ റബ്ബിന് നീ തെറ്റ് ചെയ്യുന്നത്? അവൻ കണ്ടുകൊണ്ടിരിക്കെ, മരണം നിന്റെ മുമ്പിലുണ്ടായിരിക്കെ, നരകം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കെ, എങ്ങനെയാ നമുക്കതിന് സാധിക്കുന്നത്? ഇത് മാത്രം ആലോചിച്ചാൽ മതി. യാ റബ്ബി മാലി ഗൈറു ലുത്ഫിക മൽജഅൻ വലഅല്ലനി അൻ ബാബിഹി ലാ ഉത്റദു. യാ റബ്ബി ഹബ് ലി തൗബതൻ അഖ്ദി ബിഹാ ദൈനൻ അലയ്യ ബിഹി ജലാലുക യഷ്ഹദു. അൻതൽ ഖബീർ ബിഹാലി അബ്ദിക ഇന്നഹു ബിസലാസിലിൽ വസ്നി الثقيل مقيد. أنت المجيب لكل داع يلتجي. أنت المجير لكل من يستنجد. من أي بحر غير بحرك نستقي ولأي باب غير بابك نقصد. അല്ലാഹുവേ, നിന്റെ കടലിൽ നിന്ന് കോരുകയല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിയും. നിന്റെ വാതിൽ വന്ന് മുട്ടുകയല്ലാതെ റബ്ബേ ഞങ്ങൾക്ക് ഇവിടെ ചെന്ന് മുട്ടാൻ കഴിയും. നിന്നോട് പാപമോചനം ചോദിക്കുകയല്ലാതെ ആരോട് ഞങ്ങൾക്കത് ചോദിക്കാൻ കഴിയും? അല്ലാഹുവേ, നിന്റെ കരുണയില്ലെങ്കിൽ ആര് ഞങ്ങളോട് കരുണ കാണിക്കും? അല്ലാഹുവേ ആര് ഞങ്ങളോട് കരുണ കാണിക്കും? യാത്ര പോകുന്ന 3 ചെറുപ്പക്കാർ, അവർ പോകുന്നത് ഒരു വിദേശ രാജ്യത്തേക്ക്, ഹറാമുകൾക്ക് വേണ്ടി പോകപ്പെടുന്ന ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരത്തിലേക്ക്, ഹോങ്കോങ്ങിലേക്ക് യാത്ര പോകുന്ന 3 മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ എയർപോർട്ടിൽ നിന്ന് അവരെ അനൗൺസ് ചെയ്യുന്നു, ഇന്ന ഫ്ലൈറ്റ്, ഇന്ന നമ്പറുള്ള ഫ്ലൈറ്റ്, ഇന്ന ഡെസ്റ്റിനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് അത് പോകാനായിരിക്കുന്നു. യാത്രക്കാർ ഇന്നാലിന്റെ ഗേറ്റിലേക്ക് നടക്കുക. അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ, ഒരു ദാഇ എവിടെയുണ്ട്? എയർപോർട്ടിലുണ്ട്. 3 ചെറുപ്പക്കാർ മുസ്ലിമീങ്ങളാണ്. അവരെ കണ്ടപ്പോ തോന്നി ഇവരെ പോകുന്നത് ഹറാമ് ചെയ്യാനായിരിക്കണം. കാരണം അങ്ങനെ ഒരു നഗരത്തിൽ ചെന്ന് പെട്ടുപോയ എത്രയോ മുസ്ലിമീങ്ങളുണ്ട്. തായ്ലാന്റിലേക്ക് യാത്ര പോയിട്ട് ഹോങ്കോങ് സിറ്റിയിൽ, ഹോങ്കോങ് നഗരങ്ങളിൽ പോകുന്നവർ, പരിസര പ്രദേശങ്ങളിൽ പോകുന്നവർ, വ്യഭിചാരത്തിന് വേണ്ടി പോകുന്നവർ, വ്യഭിചരിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ അവരുടെ കാല് വന്നിച്ചുകൊണ്ട് സുജൂദ് കടക്കുന്ന പോലെ കടന്ന നേരത്ത് മരിച്ചുപോയൊരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട്. എന്താണ് അതിന്റെ അവസ്ഥ? വ്യഭിചരിക്കാൻ വേണ്ടി പോയി നിന്നിട്ട് അവളോട് വണക്കം കാണിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യുന്ന ഒരു രൂപത്തിൽ മരിച്ചുപോയൊരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്താണ് അതിന്റെ അവസ്ഥ? ഈ 3 ചെറുപ്പക്കാർ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുമ്പോ ആ പ്രബോധകൻ അരികത്തേക്ക് ചെന്നു, ചോദിച്ചു, ചെറുപ്പക്കാരെ എവിടേക്ക് പോകുന്നു? ഞങ്ങൾ ഇന്നാലിന്റെ സിറ്റിയിലേക്ക് പോകുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. ആകാശലോകത്തേക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അല്ലാഹുവിന്റെ വിഹായത്തിലൂടെ
അള്ളാഹു ഒരുക്കിയ അന്തരീക്ഷത്തിലൂടെ വിമാനം പറക്കുമ്പോ എന്തെങ്കിലും എഞ്ചിൻ തകരാറ് വന്ന് നിങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങ് ക്രാഷ് ആവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ നിങ്ങൾ ഒരുക്കമാണോ? അങ്ങ് ചോദിച്ചപ്പോൾ ഒരു കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. ഈമാനിന്റെ അംശം എവിടെയോ ബാക്കിയുണ്ടായിരുന്നു, കരയാൻ തുടങ്ങി. ഫ്ലൈറ്റ് എങ്ങാനും മിഡ് എയറിൽ അവിടെ ക്രാഷ് ആവുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ ഒരുക്കമാണോ? ഒരു ഹറാമായ ചിന്തയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തു പോകുന്ന യാത്ര തിന്മയിലേക്കുള്ള യാത്രയല്ലേ? ചെറുപ്പക്കാരെ, ഫ്ലൈറ്റ് മാത്രം ആലോചിക്കേണ്ട ഒരു ബൈക്ക് എടുത്ത് നമുക്ക് കാണാൻ പാടില്ലാത്തവളെ, നമുക്ക് നോക്കാൻ പാടില്ലാത്തവളെ, നമ്മുടെ വിവാഹബന്ധമില്ലാത്തവളെ, നമ്മുടെ മഹറമല്ലാത്തവളെ അവരുമായി ചുറ്റി കറങ്ങി നടക്കാൻ വേണ്ടി, അവരെ വലയിലാക്കാൻ വേണ്ടി, അവർ പഠിച്ചു വരുന്ന സ്കൂളിന്റെയോ കോളേജിന്റെയോ മുമ്പിൽ ചെന്ന് വായി നോക്കി നിൽക്കാൻ വേണ്ടി നിന്റെ വാഹനമെടുത്ത് നീ വാഹനം ഓടിച്ചു പോകുന്ന പോക്കിൽ നാഷണൽ ഹൈവേയിലെ ഏതെങ്കിലും ഒരു ട്രക്കിന് കൊളത്തി വലിക്കുകയോ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആക്സിഡന്റ് ആവുകയോ ചെയ്ത് റോഡിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ബൈക്ക് എടുത്തിറങ്ങുമ്പോൾ നീയത്തെന്തായിരുന്നു? അവരുടെ നീയത്തുകൾക്കനുസരിച്ചാണ് നാളെ മഹ്ശറായിൽ അള്ളാഹു പുനർജന്മം നൽകുകയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിന്റെ നീയത്തെന്തായിരുന്നു? ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ മഹാനായ ദായി പ്രബോധകൻ, ഒരു ആലിം, ഒരു വഅദ് പറയുന്ന ദായിയായ ഒരാൾ ഈ 3 ചെറുപ്പക്കാരോട് സംസാരിച്ചത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടുകാരോട് ബിസിനസ് ട്രിപ്പാണെന്ന് ഇറങ്ങിയതാണ്, ഞങ്ങളുടെ കൂട്ടുകാരോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, ഹറാമായിരുന്നു. അവിടെ വെച്ച് ആ മുമ്പിൽ വെച്ച് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും 3 പേരും തങ്ങളുടെ ഓരോരുത്തരുടെയും ടിക്കറ്റ് കൽപ്പിച്ചു ചെയ്യുന്നു. പറഞ്ഞു, ഞങ്ങൾക്ക് തൗബ ചെയ്യണം, മടങ്ങണം, അള്ളാഹുലേക്ക് മടങ്ങണം. നിങ്ങൾ ഉംറക്ക് പോ, അള്ളാഹുവിന്റെ ഹറമിലേക്ക് പോ, അവിടെ ചെന്ന് തൗബ ചെയ്യൻ. 3 പേരും തിന്മക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങി നടന്ന എത്രയോ അനുഭവങ്ങൾ അവർക്കുണ്ട്. റബ്ബിന്റെ മുമ്പിൽ പോയി തൗബ ചെയ്ത് മടങ്ങി പോകണം അള്ളാഹുവിന്റെ ആദ്യത്തെ ഭവനമുള്ള കഅബയുള്ള മക്കായിലേക്ക്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ മക്കയിൽ മനുഷ്യന് വേണ്ടി, മനുഷ്യന് വേണ്ടി അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട വുദിഅ ലിന്നാസ്, മനുഷ്യർക്ക് സന്ദർശിക്കാനുള്ളത്, മനുഷ്യർക്ക് ചെന്ന് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളത്, മനുഷ്യർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് കരയാൻ ഒരുക്കി വെച്ച ഒരു സ്ഥലം അവിടെയുണ്ട്. പരിശുദ്ധമായ മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണവർ. യാത്ര എവിടേക്കാണോ ഡെസ്റ്റിനേഷനിലേക്ക് പോവേണ്ടത്, ഫ്ലൈറ്റ് ഡിപ്പാർച്ചറിന്റെ അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ യാത്രക്കില്ലെന്ന് പറഞ്ഞ് ഒരു ധൈര്യം കാണിച്ച 3 ചെറുപ്പക്കാർ നേരെ പോകുന്നത് മക്കയിലേക്കാണ്. മക്കയിലേക്ക് പോകുന്നു. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മക്ക ഹറമിലേക്ക് പോകുന്ന യാത്രയിലാണ് കാർ ആക്സിഡന്റിലായി 3 ചെറുപ്പക്കാരും തോളോട് ചോർന്നിരുന്ന് ചോരയിൽ കുളിച്ച് 3 പേരുടെയും ചോരകൾ പരസ്പരം മിക്സായി കാറിന്റെ ഗ്ലാസുകൾ വന്നടിച്ച് അതിന്റെ ഉള്ളിൽ കടന്ന് അതിദാരുണമായുള്ളൊരു മരണം സംഭവിക്കുന്നത് ഹറമിലേക്കുള്ള യാത്രയിലായിരുന്നു. അള്ളാഹു ചെയ്തൊരു മാറ്റം നോക്കണം. അങ്ങനെ ഒരു മരണം സംഭവിച്ചത് വ്യഭിചാരം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ ഒരു നഗരത്തിലേക്കുള്ള യാത്രയിലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അള്ളാഹു അവർക്ക് നല്ലൊരു നീയത്ത് കൊടുത്തു. ആ നീയത്ത് കൊണ്ടവര് അള്ളാഹുവിന്റെ ഹറം ലക്ഷ്യമാക്കി പോകുന്നു. നീയത്ത് നന്നായോ? നന്നായിരിക്കുന്നു. എന്താണ് ലക്ഷ്യം? അള്ളാഹുവിന്റെ ഹറം. എന്താണ് ലക്ഷ്യം? ഉംറയാണ്. എന്തിനാണ് ഈ യാത്ര മാറ്റിവിട്ടത്? റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാൻ. 100 ആളെ കൊന്ന ആള് അവസാനം തൗബ ചെയ്ത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് പോകുമ്പോ ആ യാത്രയിൽ വെച്ച് മരിച്ചപ്പോഴാ അദാബിന്റെ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും വന്നിറങ്ങിയത്. സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള സ്വഹീഹുകളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അദാബിന്റെ മലക്കുകൾ വന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവേ ഞങ്ങൾക്ക് വേണം ഇയാളെ, ഞങ്ങൾക്ക് വേണം ഇയാളെ. 99 അല്ല 100 ആളെ കൊന്നുവന്ന ആളാണ്, ഒരു നന്മയും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇയാളെ വേണം. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങൾ ഇയാളെ ഏറ്റെടുക്കുകയാണ്. 100 ആളെ കൊന്നത് ശരി തന്നെ, തൗബ ചെയ്ത് മടങ്ങുകയാണല്ലോ. ഞാൻ എന്റെ നാട്ടിലേക്ക് പോകുന്നില്ല, അവിടെ നിന്നാൽ ഒരുപാട് കുരുത്തക്കേട് കാണും, അവിടെ നിന്നാൽ ദുഷിച്ച കൂട്ടുകാരുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു പുതിയ നാട്ടിലേക്ക് താമസം മാറുകയാണെന്ന് പറഞ്ഞ് നടന്നടത്ത് പോന്ന ആളാണ്, നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് പോന്ന ആളാണ്. അവിടെ വരുന്നു മഹാനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവർക്ക് തീരുമാനമെടുക്കുന്നു, നമുക്കൊന്ന് അളന്നു നോക്കാം.
പഴയ നാട്ടിലേക്കാണോ ദൂരം കൂടുതൽ? അതല്ല പുതിയ നാട്ടിലേക്കാണോ ദൂരം കൂടുതൽ? നോക്കുമ്പോൾ പുതിയ നാട്ടിലേക്ക് ദൂരം കുറവാണ്, പഴയ നാട്ടിലേക്ക് ദൂരം കൂടുതലാണ്. നീയത്ത് നല്ലതായിരുന്നുവല്ലോ, നല്ല ലക്ഷ്യത്തിലേക്കല്ലേ പോയത്, അപ്പോഴല്ലേ മരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കരുണയുടെ മലക്കുകളായ ആളെ കൊണ്ടുപോകുന്നത്. മഗ്ഫൂറുല്ല, അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നുവല്ലോ, അള്ളാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നുവല്ലോ. നല്ലൊരു മരണം സംഭവിച്ചു. നന്മയ്ക്ക് ലക്ഷ്യമാക്കി പോകുമ്പോ തിന്മയിലേക്ക് പോകുന്ന 3 പേർ ഹറമിലേക്കുള്ള യാത്രയിൽ വഫാത്താകുന്നത്. എന്തൊരു മാറ്റം! അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. വകാന ഖദറുല്ലാഹി ഗൈറഹാ, അള്ളാഹുവിന്റെ മറ്റൊരു തീരുമാനമാ ഉണ്ടായിരുന്നത്. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. എന്റെ മുഅ്മിനെ, കൂട്ടമായിരുന്ന് കൂട്ടുകാരോടൊപ്പം വഴി ജീവിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, അകത്തേക്ക് മയക്കുമരുന്ന് കുത്തിവെച്ച് കിടക്കുന്ന കിടത്തത്തിലാണ് ഒരു സൈലന്റ് അറ്റാക്ക് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, അങ്ങനെ വാഹനം ഓടിച്ച് വരുമ്പോഴാണ് ഒരു ആക്സിഡന്റ് ആയി നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നത് ക്രിമിനലുകളായിട്ടാണ്, കുറ്റവാളികളായിട്ടാണ്. താരിഫുൽ മുജ്രിമീന ബിസീമാഹും, പരലോകത്ത് മുഅ്മിനീങ്ങൾ മുഴുവനും വരുമ്പോൾ കുറ്റവാളികളെ മുഖത്ത് നോക്കി കാണാൻ കഴിയും നബിയെ. മുഖം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും ആരൊക്കെയാണ് ക്രിമിനലുകളെന്ന്. വംസാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തിന്മ ചെയ്ത ആളുകളൊന്ന് മാറി നിൽക്കിൻ, നന്മ ചെയ്തവരിങ്ങ് മാറി നിൽക്കിൻ എന്ന് കുറ്റവാളികളെ വേർതിരിക്കുന്ന നാളിൽ ഏത് സുമ്രത്തിലേക്കാണ് നമ്മൾ പോകാനിരിക്കുന്നത്? അടിയന്തരമായൊരു മാറ്റം. യൗവനവും ഒഴിവ് സമയവും അല്ലാഹു തന്ന വലിയൊരു നിഅമത. അതിൽ വഞ്ചിക്കപ്പെട്ടു പോയ ആളുകൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. തിരിച്ചു നടക്കാൻ നേരമായിട്ടുണ്ട്. യാ റബ്ബി ജിഇതുക, യാ റബ്ബി ജിഇതുക റബ്ബേ, ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ. വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ളുൽമത്തിൻ والنفس داعية إلى العصيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني. ഒറ്റക്കൊരിടത്തായി പോയാൽ, ഒരു നഗരങ്ങളിലേക്ക് പോകുമ്പോ, ഞാൻ അറിയുന്ന ഒരു പരിചയമുള്ള ഒരാൾ സ്വന്തം മകനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പറഞ്ഞേക്കണം. അയാള് പറഞ്ഞു, എന്റെ മോൻ എനിക്കവിടെ വിശ്വാസമാകുന്നില്ല, എന്റെ മോൻ നല്ല മോനാണ്, പക്ഷേ ബാംഗ്ലൂർ സിറ്റിയിൽ നടക്കുന്നത്, നമ്മുടെ മംഗലാപുരം സിറ്റിയിൽ എത്രയോ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിസിന് പഠിക്കാൻ സാഹചര്യങ്ങളുണ്ട്, IT പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്, ഇല്ലാത്ത കോഴ്സുകളില്ലല്ലോ. നമ്മുടെ മക്കൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന്, പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഹിജാബ് ധരിച്ചു പോകുന്ന പെൺകുട്ടികൾ അന്യ ചെറുപ്പക്കാരുടെ കൂടെ, അത് മുസ്ലിമീങ്ങൾ പോലുമല്ലാത്തവരുടെ കൂടെ ബൈക്കുകളിൽ കറങ്ങി, നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളിൽ കഫേകളിൽ കയറിയിരുന്ന് കൂട്ടുകാരോടൊപ്പം ചാറ്റ് ചെയ്ത് അവരോടൊപ്പം കറങ്ങി തിരിഞ്ഞു നടക്കുന്ന നമ്മുടെ മക്കൾ നടക്കുന്നത് കാണുമ്പോൾ വേദനയുണ്ട്. മുഅ്മിനീങ്ങളെ, വേദനയുണ്ട്. രക്ഷിതാക്കൾക്ക് ഇവിടെ ബാധ്യതയില്ലേ? കോളേജിന്റെ ഫീസ് അടച്ചാൽ മതിയോ? നിങ്ങളുടെ ബാധ്യത തീർന്നോ? കോളേജിന്റെ ഫീസ് അടച്ചാൽ തീർന്നോ നിങ്ങളുടെ ബാധ്യത? നിങ്ങളുടെ മക്കൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കില്ലയോ? ഉത്തരവാദിത്വം നമുക്കില്ലേ? മുസ്ലിമീങ്ങളായ ആളുകൾ വഴിതെറ്റി പോകുമ്പോൾ ഉമ്മത്തതിന് കാരണമാണ്. അനിമീങ്ങൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ, ഉസ്താദുമാർ ബോധിപ്പിക്കുന്നുണ്ടല്ലോ. വീടുകളിൽ മാതാപിതാക്കളും കൂടെ ശ്രദ്ധിച്ച് നമ്മുടെ മക്കൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വഴിതെറ്റിപ്പോകുന്നത് ഇനിയും നമുക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. വലിയ സങ്കടമുണ്ട്, വിഷമമുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ളുൽമത്തിൻ والنفس داعية إلى العصيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني. ഒറ്റക്കൊരിടത്തായി പോയാൽ, ഇരുട്ടത്തായി പോയാൽ നീ പറയല്ലേ, ശരീരം നിന്നോട് പറയും തെറ്റ് ചെയ്യാൻ. വേണ്ടാത്തത് കാണാനും നോക്കാനും ചെയ്യാനും നിന്റെ മനസ്സ് നീ ഒറ്റക്കായ, നിന്റെ കൂടെ പിശാചും കൂടെയുണ്ടല്ലോ. ആ നഫ്സിനോട് പറ, ഫസ്തഹി മിൻ നദുരിൽ ഇലാഹി വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. അല്ലാഹുവിനെ നീ ഓർക്കുന്നില്ലയോ? നാണം തോന്നുന്നില്ലേ അല്ലാഹു നിന്നെ നോക്കുമ്പോ? ആരാണോ ഇരുട്ടുകൾ പടച്ചത് അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നഫ്സിനോട് പറഞ്ഞു കൊടുക്ക്. നഫ്സിനോട് പറഞ്ഞു കൊടുക്ക്, ശരീരത്തോട് പറഞ്ഞു കൊടുക്ക്. ആരാണോ
ഇരുട്ടിനെ പടച്ചത് അവന് നമ്മെ കാണാൻ കഴിയുന്നുണ്ട്. ഒറ്റക്കായിരുന്നാൽ ഓർക്കല്ലേ ഞാൻ ഒറ്റക്കാണെന്ന്. ഇദാ മാ ഖലൗത الدهر يوما فلا تقل ولكن تقول علي رقيب. ഒറ്റക്കാന്ന് പറയല്ലേ, എന്റെ കൂടെ അല്ലാഹു ഉണ്ട്. ഈ ബോധം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അവസരമായി. യാ റബ്ബി ജിഅ്തുക, റബ്ബേ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. റബ്ബേ ഞങ്ങൾ നിന്റെ മുമ്പിലാണ്. റബ്ബേ ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു, തിരിച്ചു നടന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയണം. അവനല്ലയോ ഗഫൂർ, അവനല്ലയോ റഹീം. പാതിരാത്രികളിൽ അള്ളാഹുവിന്റെ സമുദ്രം മേലോട്ട് ഒരൽപ്പം അതിന്റെ സർഫേസ് ഒന്ന് ഉയരുകയും ഒരു ഹൈറ്റൈഡ് നടക്കുന്ന പോലെ സമുദ്രത്തിന്റെ മധ്യഭാഗത്തെ വെള്ളം ഒരൽപ്പം പൊങ്ങി വന്ന് റബ്ബിനോട് ഓരോ രാത്രിയിലും ചോദിക്കുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ആളുകൾ എത്രയോ കരയിലുണ്ട്. ഞങ്ങൾ വെള്ളം അങ്ങടിച്ചു ചെന്ന് ഒരു സുനാമി പോലെ ഞങ്ങൾ അവരെ നക്കി തുടച്ചൊന്ന് കൊണ്ടുവരട്ടെയോ എന്ന് സമുദ്രം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ കള്ളുകുടിച്ച് നടക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, നാവ് കൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്നവർ, അവനവന്റെ അഹങ്കാരം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നവർ, ഫിത്നയും ഫസാദും കൊണ്ട് നടക്കുന്നവർ, ഏതെല്ലാം തിന്മകളുണ്ടോ സർവ്വതും ചെയ്തു നടക്കുന്നവരെ റബ്ബേ ഞങ്ങൾ അങ്ങ് നശിപ്പിക്കട്ടെ എന്ന് ഓരോ രാത്രിയിലും ചോദിക്കുമ്പോ അല്ലാഹു ജല്ല ജലാലുവിന്റെ മറുപടി അറിയണോ? അഖലഖ്തിഹിം, നീയാണോ അവരെ പടച്ചത്? സമുദ്രം പറയും ലാ, ഞാനല്ല റബ്ബേ അവരെ പടച്ചത്, നീ തന്നെയാണ്. ലൗ അൻത ഖാലിഖുഹും, നീയാണവരെ പടച്ചിരുന്നതെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നില്ല. ലറഹിംതഹും, നീ അവരോട് റഹ്മത്ത് കാണിച്ചേനെ സമുദ്രമേ, അവരെന്റെ അടിമകളല്ലേ. ഫത്തായിബു മിൻഹും ഹബീബി, അവരിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവർ എന്റെ മെഹബൂബാണ്. അല്ലാഹു പറയാണ്, തൗബ ചെയ്ത് മടങ്ങുന്നവർ എന്റെ മെഹബൂബ, ഞാൻ അവരെ സ്വീകരിക്കും, ഞാനല്ലേ പടച്ചത്. ദഊനി വഖൽഖി, എന്നെയും എന്റെ സൃഷ്ടികളെയും വിട്ടേക്ക് സമുദ്രമേ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ്, അവർക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്, അവർക്ക് തൗബ ചെയ്യാൻ അവസരം നൽകുകയാണ്. മുഅ്മിനേ, അല്ലാഹു അറിയുന്നില്ലെന്ന് വിചാരിക്കല്ലേ, അല്ലാഹു കാണുന്നില്ലെന്ന് വിചാരിക്കല്ലേ. പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിൽക്കുമ്പോഴാണ് മദീനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഭൂകമ്പം ഉണ്ടായി. നിമിതങ്ങൾ എന്ത് ചെയ്തുവെന്നാണ്? പരിശുദ്ധമായ കൈ മദീനയുടെ മണ്ണിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്കുനി ഫഇന്നഹു ലം യഅനി ലകി ബഅദ്, മദീന നഗരമേ ഒന്ന് ശാന്തമായി നിൽക്കണേ, ഇനിയും നിനക്ക് നേരമായിട്ടില്ല, മദീന വിറക്കാൻ നേരമായിട്ടില്ല, ശാന്തമായി നിൽക്കണേ എന്ന് മദീനയോട് പറഞ്ഞു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാ